ഹായ് ഫ്രണ്ട്സ്, ആകാശസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശയ്ക്ക് എപ്പോഴും ഉള്ള കേട്ടോ, ഞാനത് ക്യാമറ ഒന്ന് ഓണാക്കുമ്പോൾ അവൾക്ക് ചുമ വരും. സംസാരിക്കുവാണ്. ഹലോ പറഞ്ഞേ. ഹായ്, എല്ലാവർക്കും ആകാശമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ആകാശമ്മോള് സുഖമായിട്ടിരിക്കുന്നു, മിയാമോള് സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്നാ ഉണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇവിടെ നമുക്ക് മഴ കുറവാണ് ഇപ്രാവശ്യം, എന്നാലും കുറച്ച് ചൂട് കുറവുണ്ട് കേട്ടോ. അവള് സംസാരിക്കുക കേട്ടോ, ഞാൻ സംസാരിക്കുന്ന പോലെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇപ്പം ഫോണിലൊക്കെ വീഡിയോ ഒക്കെ വരുന്ന വലിയ ബ്ലോഗറാണല്ലോ. വലിയ ബ്ലോഗറല്ലേ, ഒരു കുഞ്ഞു ബ്ലോഗറാണല്ലോ അല്ലേ. അപ്പം പറഞ്ഞ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അവള് സംസാരിക്കുന്ന കേട്ടോന്നേ, ഇതിലും വരെ സന്തോഷം വേറെ എന്തുണ്ട് അല്ലേ. പിന്നെ പിന്നെ നിങ്ങൾ അറിഞ്ഞല്ലേ നെടുമങ്ങാട് നടന്ന ആ ക്രൂരത. എന്താ പറയുക, 1.5 വയസ്സുള്ള കുഞ്ഞിനോട് കാണിച്ചേ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നല്ല ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് എന്താ അവർ ചെയ്തതെന്ന്. അപ്പം ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ നിങ്ങൾക്കറിയാമല്ലോ, കുറേ പേര് സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലാണ്ടും കുറേ പേരുണ്ടല്ലോ. അപ്പം സോഷ്യൽ മീഡിയ ഇല്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെന്ന്. ഞങ്ങൾക്കൊക്കെ ഈ കുഞ്ഞൊന്ന് കൈ പൊക്കിയാൽ, ഒരിത്തിരി ആഹാരം കഴിച്ചാൽ, ഒന്ന് ചിരിച്ചാൽ, ഇതേക്കും എൻ്റെ കുഞ്ഞ് വർത്തമാനം പറയുന്നുണ്ട്, ഒന്ന് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് എന്താ സന്തോഷം. ഒന്ന് ഇരിക്കാൻ നടക്കാനൊക്കെ നമ്മൾ എന്തോരം കൊതിക്കുവാണെന്നറിയാണ്. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലതായിട്ട് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ കാണിച്ചു വെച്ചത് കണ്ടോന്നേ. എന്താ ഇതിനൊക്കെ മറുപടി പറയണ്ടേ അല്ലേ മുത്തേ, അല്ലേ അടിയേ? കുഞ്ഞു വർത്തമാനം പറയാട്ടോ. അല്ലേ, ഭയങ്കര കഷ്ടമായിപ്പോൾ. എങ്ങനെ തോന്നുന്നതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആ കുട്ടിയാണെങ്കിലും തന്നെ അവളൊന്ന് ഒരു ഇച്ചിരി ചോറ് കഴിക്കുമ്പോഴാണെങ്കിൽ, ഒരു ഇത്തിരി വർത്തമാനം പറയുമ്പോഴും, നല്ല ഡ്രസ്സ് ഇടിയിക്കുമ്പോഴും ഒന്ന് നിന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കഴുത്തുറച്ചൊന്ന് ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ ഓരോരുത്തരും. കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ കണ്ടീഷനിലാണ്. ആ കണ്ടീഷൻ അനുസരിച്ചാണ് അവരുടെ അമ്മമാർ ഓരോന്ന് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എല്ലാ ആരോഗ്യത്തോടും കൂടി ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം. അവർക്ക് വേണ്ടെങ്കിൽ എത്രയോ അനാഥാലയങ്ങളോ ആശ്രമങ്ങളോ ഒക്കെ ഉണ്ട് നാട്ടിൽ തന്നെ. അവിടെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും സങ്കടമില്ലായിരുന്നു. ആ കുട്ടി പറഞ്ഞേ, ഭയങ്കര സങ്കടമായിപ്പോൾ കേട്ടോ. കാരണം ആ കുട്ടിക്ക് 1.5 വയസ്സായപ്പോഴല്ലേ ഇവക്കും ഇങ്ങനെ വന്നത്. അയ്യോ, അതൊക്കെ തരണം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അന്നൊന്നും നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, ഇപ്പോഴാട്ടോ തുടങ്ങിയത്. അപ്പോൾ അന്നത്തൊക്കെ അനുഭവിച്ച ആ സങ്കടം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. തുപ്പ്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തിയല്ലോ എന്ന് ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ. എന്നിട്ട് നല്ലൊരു കുഞ്ഞിനെ കണ്ടാൽ തന്നെ എന്താ ഒരു രസമല്ലേ. നല്ലൊരു വാങ്കുഞ്ഞിനെ ആ പരിപാടി ചെയ്ത് കളഞ്ഞല്ലോ. എന്താ പറയുക, ബുദ്ധിയും വിവരവും കൂടിയതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അത് ബുദ്ധി കൂടിയതിൻ്റെ കുഴപ്പമാണോ കുറഞ്ഞതിൻ്റെ കുഴപ്പമാണോ എന്നല്ല, സാമാന്യ ഒരു ബോധമില്ലാത്ത മനുഷ്യർ അല്ലേ മുത്താരിയെ. പിന്നെ ആ കുട്ടിക്ക് പുതിയൊരു കളിപ്പാട്ടൊക്കെ മേടിച്ചല്ലോ. ഞങ്ങളെ ഒരു സ്റ്റാൻഡിങ് ഫ്രെയിമൊക്കെ കിട്ടിയല്ലോ അല്ലേ. ഇനി ആ കുട്ടി നിൽക്കാൻ പോവാട്ടോ. കുറേ നാളിരുന്നു, ഇനി ഞങ്ങൾ നിൽക്കാൻ പോവാട്ടോ. ഞങ്ങൾ സ്റ്റാൻഡിങ് ഫ്രെയിം നിൽക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കുമേ. കുഞ്ഞിനെ ഏതായാലും അതിൻ്റെ നിർത്തുന്നതിന് ബെൽറ്റും പിന്നെ അതിൻ്റെ ഷൂസൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മൾ കണ്ടിന്യൂ നിർത്താതെ, ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു 5 മിനിറ്റൊക്കെ നിർത്തിയിട്ട് ഇനി എടുക്കും കേട്ടോ. അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇനി അവൾക്ക് ഷൂ ആണെങ്കിൽ ഇനി പുതിയതൊന്ന് വാങ്ങണം. കാരണം അവൾക്ക് 1.5 വയസ്സിൽ നമ്മൾ ആ ടൈമിൽ മേടിച്ചൊരു ഷൂ ആണ്, 6000 രൂപയുടെ ഷൂ. അവൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഉണ്ടായിരുന്ന ഷൂ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഇനി പുതിയ ഷൂ മേടിക്കണം. അപ്പം അത് മേടിച്ചിട്ട് നമുക്കത് നിർത്താൻ പറ്റില്ല. എങ്കിൽ അവിടെ കാല് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. കാരണം കാലിൻ്റെ ഒരു സൈഡിൽ ഒരു എല്ല് തെള്ളി നിൽപ്പുണ്ട്. അപ്പോൾ ആ കറക്റ്റ് അല്ലാത്ത ഷൂ ഇടുമ്പോൾ അവൾക്കത് സെറ്റ് ആവുന്നില്ല. അപ്പം ഇത്തിരിയുടെ വലിയ സൈസ് ഷൂ ഒക്കെ മേടിച്ച് ആ കുട്ടി നിൽക്കുന്നതായിരിക്കും, നിന്ന് ടി വി ആണെന്നായിരിക്കും നിന്ന് ആകാശമോൾ അങ്ങ് നടക്കും. ആണേ, ആകാശ് പറഞ്ഞിട്ടുണ്ട് നിന്ന് ആകാശം അങ്ങ് നടക്കൂന്നാണേ. സമ്മതിച്ചാ? അയ്യോ, സമ്മതിച്ചോ? നിന്ന് നടക്കുമോ? നടക്കുമെന്ന് പറഞ്ഞേ. നിന്ന് ഞങ്ങൾ നടക്കുമെന്ന് പറഞ്ഞേ.
പറ ആശുമോൾ നടക്കുവോ? ഉറക്കെ പറ, ഞാൻ കേട്ടില്ല. ആശുമോൾ നടക്കുവോ? ആശുമോൾ നടക്കുന്നു. മീ നമുക്ക് സ്കൂൾ തുറന്നു കേട്ടോ. അവൾക്ക് 25-ാം തീയതി തുടങ്ങി, പക്ഷേ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് മുതൽ അവൾക്ക് 3:30 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിനി എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്നറിയത്തില്ല. അങ്ങനെ അവൾ പറയുന്നത് നമുക്ക് ഫുൾ ഡേ സ്കൂൾ ഉള്ളത് അവൾക്ക് ഇഷ്ടമെന്ന്. കാരണം അവിടെ പോയി പിള്ളേരുടെ കളിക്കാനേ അല്ലേ എവിടെ. അവൾ സ്കൂൾ കഴിഞ്ഞിട്ട് വരും കേട്ടോ. അവിടെ നോക്കിയിരിക്കുക എപ്പോഴാണ് വരുന്നതെന്ന് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബായ്. ആശുമോളെ ഞാൻ പക്കം വിട്ട്. അപ്പോൾ ബായ് പറഞ്ഞേ. ബൈ.